എനിവേ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ അൺബോക്സിംഗ് വീഡിയോ അല്ല, മറിച്ച് നമ്മുടെ ചില പ്രവാസി സുഹൃത്തുക്കൾ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. കാരണം എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവിലുള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിലുള്ള വീഡിയോ ആണ് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നതിനിടയിൽ കാണുന്ന പ്രധാനപ്പെട്ട വീഡിയോയിൽ ഒന്നാണ് നോൺ ആക്റ്റീവ് ഫോൺസ് സെയിൽ ചെയ്യുന്നത്. അതായത് നോൺ ആക്റ്റീവ് ആയിട്ടുള്ള iPhone 12, 12 Pro, 12 Pro Max തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഐഫോൺസ് സെയിൽ ചെയ്യുന്നത് നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയമാണ് മിക്ക ആളുകളും ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് എന്താണ് ഈ നോൺ ആക്റ്റീവ് ഐഫോൺസ് എന്നതും, അതുപോലെ തന്നെ ഈ ഒരു നോൺ ആക്റ്റീവ് ഐഫോൺസ് വാങ്ങിയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, ഇത് റീഫർബിഷ് ആണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള ഒട്ടനവധി സംശയങ്ങൾ മിക്ക ആളുകളും നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അറിവിൽ എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള ഒരു ഉത്തരമാണ് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഇത് പറയാൻ പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് തന്നെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസും ചാനൽ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യമായിട്ടുള്ള എന്താണ് ഈ നോൺ ആക്റ്റീവ് സ്മാർട്ട് ഫോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഐഫോണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഫ്രഷ് സ്മാർട്ട് ഫോൺ വാങ്ങുകയാണെങ്കിൽ നമ്മളാണ് ആ ഒരു സ്മാർട്ട് ഫോണിൽ സിം കാർഡ് ഇടുന്നത്, അതുപോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോണിനെ നമ്മൾ നോൺ ആക്റ്റീവ് സ്മാർട്ട് ഫോൺ എന്ന് പറയും. അതായത് ഫ്രഷ് സ്മാർട്ട് ഫോൺ ആയിരിക്കും, നമ്മളായിരിക്കും അതിൽ ആദ്യമായിട്ട് സിം കാർഡോ അല്ലെങ്കിൽ വൈഫൈയോ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റ് മുതൽ പെർട്ടിക്കുലർ സമയം വരെ, അത് 1 വർഷമാകാം, അല്ലെങ്കിൽ ഡിപ്പെൻസ് ഓൺ കോൺട്രാക്ട് വാറണ്ടി എന്നുള്ള രീതിയിൽ നമുക്ക് വാറണ്ടി ലഭിക്കുന്ന സ്മാർട്ട് ഫോൺ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഒരു ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇപ്പം നമ്മൾ നിലവിൽ കാണുന്ന ഒരുപാട് ഐഫോൺസും പറയുന്നത് നോൺ ആക്റ്റീവ് എന്ന് തന്നെയാണ്. അതിനർത്ഥം ഇത് ആപ്പിളിൻ്റെ വാറണ്ടി ലഭിക്കില്ല എന്ന് തൊഴിച്ച് നിർത്തിയാലും അത് ഫ്രഷ് ഫോൺ തന്നെയാണ്. കാരണം അതിൽ ഇതിനു മുമ്പ് സിം കാർഡ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതും ഈ പറഞ്ഞ ബോക്സ് ഇല്ലാതെ വരുന്ന വെറും സ്മാർട്ട് ഫോൺ ആയിട്ട് മാത്രം കമ്പനി പുറത്തു വിടുന്ന സ്മാർട്ട് ഫോണുകളാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്രഷ് സ്മാർട്ട് ഫോണിനെയും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണുകളെ നമുക്ക് നോൺ ആക്റ്റീവ് സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ സാധിക്കും. കാരണം നമ്മളായിരിക്കും ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് യൂസർ എന്നുള്ള നിലയ്ക്ക് നോക്കിയാൽ. ഇനി അടുത്ത ചോദ്യമാണ്, ഇത് ആപ്പിളിൻ്റെ ഒറിജിനൽ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ എന്തുകൊണ്ട് ആപ്പിളിൻ്റെ വാറണ്ടി ഇതിന് ലഭിക്കുന്നില്ല? അതല്ലെങ്കിൽ ഇത് റീഫർബിഷ്ഡ് ഫോൺ ആണോ, അല്ലെങ്കിൽ കോപ്പി സ്മാർട്ട് ഫോൺ ആണോ, അതും അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സ്മാർട്ട് ഫോൺ ആണോ എന്നുള്ള ചോദ്യങ്ങൾ. എനിവേ ഇപ്പം നമുക്ക് നിലവിൽ ഇപ്പം മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള നോൺ ആക്റ്റീവ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iPhone 12 സീരീസിലാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത്. അതായത് 2 വർഷം മുമ്പ് പ്രൊഡക്ഷൻ ആരംഭിച്ച് ഏകദേശം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പ്രൊഡക്ഷൻ അവസാനിപ്പിച്ച സ്മാർട്ട് ഫോണുകളാണ് നമ്മളിപ്പോൾ നോൺ ആക്റ്റീവ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് മാർക്കറ്റിൽ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 വർഷം മുമ്പ് ഞാനൊരു സ്മാർട്ട് ഫോൺ വാങ്ങി, എൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞതിന് മുമ്പ് ആ ഒരു സ്മാർട്ട് ഫോൺ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നാൽ പൊതുവെ ആപ്പിൾ ചെയ്യുന്നത് റീപ്ലേസ്മെൻ്റ് ആയിട്ട് പുതിയ സ്മാർട്ട് ഫോണുകളാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ പ്രൊഡക്ഷനൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം ഒരുപാട് യൂണിറ്റ്സ് അവർ റീപ്ലേസ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുവിധം സ്മാർട്ട് ഫോണുകളുടെയൊക്കെ വാറണ്ടി പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ ബാക്കി വരുന്ന ഒരുവിധം സ്മാർട്ട് ഫോണുകളൊക്കെ അവർ ബൾക്കായിട്ട് മറ്റുള്ള കമ്പനിക്ക് അവർ കൊടുക്കുകയും ആ ഒരു കമ്പനി എക്സ്പോർട്ട് ചെയ്ത് ദുബായ് പോലുള്ള ഒരുപാട് രാജ്യങ്ങളിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്തിട്ട് അത്തരത്തിലാണ് അവർ മറ്റുള്ള ഷോപ്പുകളിലും കാര്യങ്ങളും നോൺ ആക്റ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്മാർട്ട് ഫോണായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വാറണ്ടി അവർ കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വളരെ കുറഞ്ഞ വിലയിലാണ് ഇവർ ഈ ഒരു യൂണിറ്റ് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു യൂണിറ്റ് തിരിച്ച് കമ്പനിയിലേക്ക് വരികയോ അല്ലെങ്കിൽ അതിന് വാറണ്ടിക്ക് പകരമായിട്ട് പുതിയ ഫോണുകൾ കൊടുക്കുക എന്നുള്ളതൊക്കെ കുറച്ച് സാങ്കേതികപരമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു വാറണ്ടി എന്ന് പറയുന്ന സംഭവം അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് കൊടുക്കുകയും മോഡൽ നമ്പറിൽ ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ്. അതായത് പൊതുവേ ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് നോൺ ആക്റ്റീവ് സ്മാർട്ട് ഫോണുകളിൽ 5G എന്നുള്ള രീതിയിലൊക്കെയാണ് മോഡൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പൊതുവെ M അല്ലെങ്കിൽ N അല്ലെങ്കിൽ F ഈ ഒരു സീരീസിലാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു M, N, F എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ഐക്കാർഡിലും കൊടുക്കുന്നതാണ്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വില കുറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോണാണ് വെളിയിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇത് സെക്കൻഡ് ഹാൻഡിൻ്റെ വിലയിൽ നമുക്ക് ലഭിക്കുന്നതും ആപ്പിളിൻ്റെ വാറണ്ടി നമുക്കിതിന് ലഭിക്കാതെ പോകുന്നതും. ഇത്തരത്തിലായതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ റീഫർബിഷോ അതല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റോ അതും അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് അല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആപ്പിളിൽ നിന്നുള്ള 100% ജെന്യൂൻ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം. ഇതിനിടയിൽ ഞാൻ ദുബായ് എന്ന രാജ്യം
രാജ്യം എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. UAE ആണ് രാജ്യം, അപ്പോൾ ക്ഷമിക്കുക. എനിവേ, നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ സീരിയൽ നമ്പർ ആപ്പിൾ വാറണ്ടി ചെക്ക് എന്ന് പറയുന്ന ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ പ്ലീസ് ആക്ടിവേറ്റ് യുവർ ഡിവൈസ് എന്നാണ് കാണുന്നതെങ്കിൽ അത് നോൺ ആക്റ്റീവ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. മറിച്ച് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഡേറ്റോ അല്ലെങ്കിൽ വാറണ്ടി എക്സ്പയറി എന്നുള്ള രീതിയിലാണ് കാണുന്നതെങ്കിൽ അത് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഈ പറഞ്ഞ പോലെ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് പോയി ചെക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ വാറണ്ടി എക്സ്പയർ എന്നുള്ള രീതിയിലായിരിക്കും കാണുക. കാരണം ഇതിന് ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വാറണ്ടി ലഭിക്കില്ല എന്നതാണ് അതിൻ്റെ കാര്യം. ഇത്രയും ഇൻഫോർമേഷനാണ് എനിക്ക് മാക്സിമം നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള സോഴ്സിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിലധികം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു കാര്യങ്ങൾ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ മറ്റെന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഞാൻ അതിന് റീപ്ലൈ ആയിട്ട് തരുന്നതാണ്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ദയവ് ചെയ്ത് മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളും കാര്യങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.